നമസ്കാരം, ഞാൻ അനാമിക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ സന്ധ്യ ബിജുകുമാറിൻ്റെ യക്ഷി എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. സന്ധ്യ ബിജുകുമാറിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയപ്പെടുത്തേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. കുടുംബശ്രീ അരങ്ങ് കോമ്പറ്റീഷനിൽ കവിതയ്ക്ക് സംസ്ഥാന തലത്തിൽ സെക്കൻഡ് പ്രൈസ് ജേതാവായിരുന്നു സന്ധ്യ ബിജുകുമാർ. അപ്പോൾ നമുക്ക് സന്ധ്യയുടെ യക്ഷി എന്ന കവിത ഒന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ സന്ധ്യ ബിജുകുമാർ. ഇന്ന് യക്ഷി എന്നൊരു കവിത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങാണ്ട് നിന്ന് അറിഞ്ഞതിൽ വെച്ചേറ്റവും കൊതിപ്പിച്ചിട്ടുള്ള പാലപ്പൂ മണം ഒഴുകി വരും. എങ്ങാണ്ടൊരു പാല പൂത്തുലഞ്ഞിട്ടുണ്ടെന്ന് കണ്ട് പെണ്ണൊരുത്തിയവൾ കണ്ണും പൂട്ടി ഒരു അപ്പുപ്പൻ താടി പോലെ പറന്ന് ഓടിച്ചെന്ന് പടിഞ്ഞാറേ തിണ്ണയുടെ ഓടം ചേർന്ന് മുടിയഴിച്ചിട്ടിരിക്കും. അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും വശ്യ സുഗന്ധം അടിമുടി അവളെ വല്ലാതെ അങ്ങ് പൊതിയും. നിറഞ്ഞുകൊഴുത്ത ശീൽക്കാരം പരത്തുന്ന പാല ഇലകൾക്കിടയിലൂടെ വെളുത്ത പല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ച ദംഷ്ട്രയുമായി വിടർന്ന കണ്ണുകളുള്ള കുറേ യക്ഷിപ്പെണ്ണുങ്ങൾ ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കും. നോക്കി നിൽക്കെ അവരുടെ മുഖത്ത് ചുമപ്പും കറുപ്പും വെളുപ്പും മാറി മാറി തെളിയും. നിറകം തലയിൽ ഒരു ആണി ആലുപോലെ കിളിർത്തു വരും. പന പോലെയുള്ള ഉയരങ്ങളിൽ നിന്നും താഴേക്ക് തൊടുന്ന വിധം അവർ കാലുകൾ ആട്ടിക്കൊണ്ടേയിരിക്കും. മുഖം മൂടിയിട്ട മനുഷ്യരെ കാണുമ്പോഴൊക്കെ അവരിങ്ങനെ അലച്ചുതല്ലി ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവരാരും അത് കേൾക്കാതെ പോകും. കൂട്ടത്തിൽ ഒരാളെങ്കിലും ആ ചിരി കാണും. അവരലറി കരഞ്ഞുകൊണ്ട് ഓടും, യക്ഷിയുണ്ടേ എന്ന്. വല്ലപ്പോഴുമെങ്കിലും ആ കാഴ്ചയ്ക്കായി മാത്രം എത്ര രാത്രി കാലങ്ങളിലാണ് പാവങ്ങൾ ഇങ്ങനെ കാലുമാട്ടി താഴേക്ക് നോക്കി വളഞ്ഞുകുത്തി ചോദ്യചിഹ്നം പോലെ കാത്തിരിക്കുക എന്ന ചിന്ത അന്നത്തെ പോലെ ഇന്നും അവളെ വട്ടം ചുറ്റിച്ചുകൊണ്ടേയിരിക്കും. പാലത്തടിയന്മേൽ ചരിച്ചു വെച്ച പോൽ വളച്ചുവെച്ച ആണിക്കുരുക്കിന്മേൽ തറയപ്പെട്ട യക്ഷിപ്പെണ്ണുങ്ങൾ അന്നത്തെ പോലെ ഇന്നും അവളെ നോക്കി നിസ്സഹായതയോടെ ചിരിച്ചിരിക്കും. ആണിക്കുരുക്കിൽ തളഞ്ഞു യക്ഷിപ്പെണ്ണുങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമോ എന്ന ചിന്ത പിന്തുടരുന്ന നേരം മകനാണ് പറഞ്ഞത് സന്യാസിനി നീ പാട്ടും പാടി ഒരു കൈ കൊണ്ട് പകുതി മുഖവും മറിച്ച് യക്ഷി അവിടെ തന്നെ ഉണ്ടാവുമെന്ന്. നിസ്സഹായതയുടെ ഊരാക്കുടുക്കിന്ന് രക്ഷപ്പെടാത്തവർ അവിടുന്ന് പിന്നെ എവിടെ പോകാൻ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. താങ്ക് യു.